കേരളത്തിന്റെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്ന നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമായി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കേരളം സമീപകാലത്ത് കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, ലോകമറിയുന്ന വൻകിട നിക്ഷേപകർ ഉൾപ്പെടെ പ്രമുഖരുടെ സാന്നിധ്യം ഉച്ചകോടിയുടെ മാറ്റുകൂട്ടി. ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ തന്നെ 850 കോടിയുടെ നിക്ഷേപവും സംസ്ഥാനത്തുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സാലി, പ്രൗഢോജ്വലമായ രീതിയിൽ തന്നെ ഉച്ചകോടി തുടങ്ങാനായി എന്നതിനൊപ്പം ആദ്യ ദിനം തന്നെ 850 കോടിയുടെ നിക്ഷേപവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് കേരളം ഈ ആഗോള നിക്ഷേപ സംഗമത്തെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ 850-ന്റെ കണക്ക് പുറത്തു വന്ന ഒരു കണക്ക് മാത്രമാണ്. ഇന്ന് ഒട്ടേറെ MOUകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ ആയിരക്കണക്കിന് കോടി രൂപയുണ്ട്. ഒന്ന് ഉദാഹരണമായി നമ്മൾ പറഞ്ഞു, ആസ്റ്റർ മെഡിസിറ്റിയുമായി ബന്ധപ്പെട്ട ആസ്റ്റർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് 850 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ ആ പദ്ധതി നടപ്പാക്കും. ചെയർമാൻ ആസാദ് മൂപ്പൻ, ഡയറക്ടർ അനൂപ് മൂപ്പൻ എന്നിവർ മുഖ്യമന്ത്രി, മന്ത്രി പി രാജീവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അവരുടെ പദ്ധതി ഇങ്ങനെയാണ്: പുതുതായി 2 പ്രൊജക്റ്റുകൾ, 454 കിടക്കകളോട് തിരുവനന്തപുരത്ത് പണിയെടുപ്പിക്കുന്ന ആസ്റ്റർ ക്യാപിറ്റൽ, കാസർഗോഡ് ആസ്റ്റർ മിംസിൽ 256 കിടക്കകൾ, കൊച്ചിയിൽ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ അധികമായി 962 കിടക്കകൾ. അങ്ങനെ വലിയൊരു പദ്ധതിയാണ് 850 കോടിയുടേതായി ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പുറത്തു വന്ന ഒരു കാര്യം മാത്രമാണ്. ഒട്ടേറെ പദ്ധതികൾ ഇന്ന് ഒപ്പുവെച്ചിട്ടുണ്ട്. പലതിൻ്റെ MOU അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. അതിലൊന്ന് ഞാൻ പറയാം. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് 3000 കോടി രൂപയോളം കേരളത്തിൽ നിക്ഷേപം കൊണ്ടുവരുമെന്ന വിവരം കോ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഫർഹാൻ യാസീൻ മുഖ്യമന്ത്രി നേരിൽ കണ്ട് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട നടപടിക്രമം നാളെ നടക്കും എന്നാണ് മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത്. ഇത് ഔദ്യോഗികമല്ല, അനൗദ്യോഗികമാണ്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ഇപ്പോൾ നമുക്ക് ഔദ്യോഗികവും അനൗദ്യോഗികമായി നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ 3852 കോടി രൂപയുടേതുണ്ട്. ഇതിനപ്പുറം ഒട്ടേറെ MOUകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സംക്ഷിപ്ത രൂപം നാളെ ഇതിൻ്റെ അന്തിമ ചടങ്ങിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയോ വ്യവസായ മന്ത്രിയോ മാധ്യമങ്ങളെ കണ്ട് അറിയിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അസിത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഭാവി വികസന പ്രതീക്ഷകളെ അല്ലെങ്കിൽ നിക്ഷേപ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ ഉച്ചകോടിയായി ഇവിടെ നടന്നു വരുന്നത്. ഇന്ന് ആദ്യ ദിവസം പിന്നിട്ടിരിക്കുന്നു. രാവിലെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. അങ്ങേയറ്റം പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങ്. നമ്മളൊക്കെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഈ സമീപകാലത്ത് അടിസ്ഥാന വികസന രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു. കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് വരാം. ഇവിടെ ഏറ്റവും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് ഇവിടെ തിങ്ങിക്കൂടിയിരുന്ന ഏതാണ്ട് 5000-ഓളം വരുന്ന രാജ്യത്തിനകത്തും സംസ്ഥാനത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള നിക്ഷേപകരോട് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾ അങ്ങേയറ്റം പ്രൗഢഗംഭീരമായിരുന്നു എന്ന് അടിവരയിട്ട് പറയാൻ കാരണം 3 കേന്ദ്രമന്ത്രിമാർ, 2 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, മന്ത്രിതല സംഘം, സംസ്ഥാനത്തെ ഒട്ടുമിക്ക മന്ത്രിമാരും, സംസ്ഥാനത്തെ പ്രമുഖരായ രാജ്യത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന വൻകിട നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള ഒട്ടേറെ നിക്ഷേപകർ, ആയിരക്കണക്കിന് കോടി പല രാജ്യങ്ങളും നിക്ഷേപിച്ചിട്ടുള്ള ആഗോള പ്രശസ്തരായ നിക്ഷേപകർ, അവരുടെയൊക്കെ സാന്നിധ്യമായിരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും നമ്മൾ പ്രതീക്ഷയിലാണ്. നാളെ ഇതിൻ്റെ കണക്കുകൾ പുറത്തു വരും. അതുമായി ബന്ധപ്പെട്ട വേണ്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാളെ വൈകിട്ടോടുകൂടി ഏതാണ്ടൊരു കണക്ക്, ഏകദേശം ഒരു കണക്ക് പുറത്തു വരും. ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും സർക്കാരിന് മുമ്പിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അസിത, തീർച്ചയായും സാലി പറഞ്ഞതുപോലെ തന്നെ കേരളം എന്ത് പ്രതീക്ഷിച്ചോ ഈ ആഗോള ഉച്ചകോടിയിലൂടെ അത് ഇതിനോടകം തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് കേരളം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിരവധി നിക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒപ്പുവെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ. അതിപ്പോൾ 850 കോടിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ് പുറത്തു വന്നതെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്ത് വരാനിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.